ഹലോ, സിന്ദൂരപ്പൊട്ടിന്റെ അവസാന ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രതീക്ഷിക്കാതെ സിന്ദൂരപ്പൊട്ട് സീരിയല് തുടങ്ങലും അവസാനിക്കലും ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞുട്ടോ. ആകെ തമിഴിൽ തന്നെയാണെങ്കിലും 300 സംതിങ് എപ്പിസോഡേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ 200 എത്തിയോ സംശയമാണ്. കാരണം അത്രയും പെട്ടെന്ന് തീർന്ന ഒരു സീരിയലായിരുന്നു. സത്യം പറഞ്ഞാൽ അതിന് മാത്രം സീരിയലായിട്ട് ഉണ്ടായിരുന്നുമില്ല. എന്തോ ഒരു ചെറിയൊരു സ്റ്റോറി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. നമ്മുടെ അമ്മ മനസ്സൊക്കെ പോലെ കുറച്ച് ലോങ് ആയിട്ട് സീരിയൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയത്, പക്ഷെ വളരെ പെട്ടെന്ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു എപ്പിസോഡ് കൂടി ഈ ഒരു സീരിയൽ അവസാനിക്കുകയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നല്ല കഫക്കെട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ ഏകദേശം രാത്രി ഒരു 1:30 മണിക്കാണ് ഈ വോയിസ് കൊടുക്കുന്നത്. ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തമിഴിൽ നിന്ന് കേട്ടിട്ട് മലയാളത്തിലാക്കിയിട്ടാണ് വോയിസ് കൊടുക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ അപാകതകളൊക്കെ ഉണ്ടാവും. ഒരു പക്ഷെ മലയാളത്തിൽ ഈ സീരിയൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ അതേ വാക്കുകളായിരിക്കണം എന്നില്ല അവർ പറയുന്നത്. കഥ ഒന്ന് തന്നെയാണെന്നേ ഉണ്ടാവും. പിന്നെ തമിഴിലുള്ള ലാഗ് അടിപ്പിച്ചുകൊണ്ടല്ല മലയാളത്തിൽ സംസാരിക്കുന്നതും. അവർ ഒരുപാട് ഷോർട്ടാക്കിയിട്ടായിരുന്നു സീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജൂലൈ 24 ആണ്. അതായത് 12 മണി കഴിഞ്ഞ് 1 മണി ആയല്ലോ. ഇന്ന് ജൂലൈ 24 ആണ്. എല്ലാവരോടും ഇന്നെൻ്റെ ജന്മദിനമാണ്, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. പറ്റുന്നവരൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യുക. അല്ലാത്തവർ കുഴപ്പമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. എനിക്കിന്ന് നല്ല സുഖമില്ല, തൊണ്ടയ്ക്കൊക്കെ നല്ല കഫാണ്. ഇവിടെ വീട്ടിലെല്ലാവർക്കും നല്ല പനിയും വൈറൽ ഫീവറൊക്കെയാണ്. അപ്പം എന്നെ കൊണ്ട് ആവുന്നത് പോലെ ഞാൻ ഈ സമയത്തൊക്കെയാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പം എല്ലാവരും ചോദിക്കും എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് കൊടുക്കുന്നതെന്നൊക്കെ അല്ലേ. ഇത് അവസാനിച്ചിട്ടോ, ഈ ഒരു ഇത് കൂടിയേ ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏഷ്യാനെറ്റിലാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയോടുകൂടി സീരിയൽ നിർത്തുമായിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനും പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിത് ഫുള്ളായിട്ട് പറയാമെന്ന് കരുതിയത്. അപ്പോൾ നീലനും അതുപോലെ തന്നെ ശ്യാമും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം കണ്ണൻ എന്ന് പറഞ്ഞ ആളാണ് ജയദേവനെ കൊന്നതെന്ന് അയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നീലം വീഡിയോയിൽ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കണം എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരൻ പറയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാൻ നിങ്ങൾ കോടതി പോയാൽ മതിയെന്ന്. അപ്പൊ നീലം പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട് ഇന്ദുവും സൗപർണികയും എല്ലാ കൊലപാതകം നടത്തിയെന്നുള്ളതിന്. എന്ത് തെളിവുണ്ടെന്നോ? ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്. വ്യക്തമായ തെളിവുണ്ട് സർ. കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളാണ് ജയദേവനെ കൊന്നിട്ടുണ്ടായിരുന്നത്, അതായത് പലിശക്കാരൻ കണ്ണൻ. അതിന്റെ വോയിസ് റെക്കോർഡ്, വീഡിയോ റെക്കോർഡ് ഉണ്ട്, അയാൾ തന്നെ സമ്മതിക്കുന്നതിന്റെ. പലിശക്കാരൻ കണ്ണനെ എല്ലാവർക്കും അറിയാവുന്നത് കാരണം ഇൻസ്പെക്ടർ പറയാണ് ആദ്യം നിങ്ങൾ തെളിവ് കാണിക്കും, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. നീലം വേഗം തന്നെ അവന്റെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ ദൃശ്യം പോലീസുകാരൻ കാണിച്ചു കൊടുക്കാണ്. അതിനകത്ത് അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ജയദേവനെ കൊന്നത് തന്നെ ഞാനാണ്. അത് കേട്ടപ്പോ ഇന്ദുവിനെയും സൗവർണിക എപ്പോഴും കുറ്റം പരത്തിക്കൊണ്ടിരുന്ന ആ ഒരു പോലീസുകാരനും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻസ്പെക്ടർ അയാളോട് പറയാണ് ആദ്യം ഈ കണ്ണയ്യൻ എവിടെയാ ഉള്ളത് എന്ന് നോക്കിയിട്ട് അയാളെ വേഗം അറസ്റ്റ് ചെയ്യ്, നമ്മുടെ ടീമിനെയൊക്കെ കൂട്ടിയിട്ട് പോയിട്ട് അയാളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്ക്. ശരി സർ. അപ്പോ ശ്യാമു പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾ വിശ്വസിച്ചു സർ, ദയവ് ചെയ്ത് ഇവരെ രണ്ടുപേരെ നിങ്ങളൊന്ന് റിലീസ് ചെയ്യും. അപ്പോ ആ കോൺസ്റ്റബിൾ സംസാരിക്കുന്നുണ്ട്, നോക്ക് ഒരുപക്ഷെ അയാളെ കൊന്നിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞതിന് ഇത് തെളിവായിരിക്കാം. പക്ഷേ അവനെ വയനാട്ടിലെ കാട്ടിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവർ രണ്ടുപേരും അല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുള്ളപ്പോ നിങ്ങൾ പറയുന്നത് കേട്ട് അവരെ എങ്ങനെ ഞങ്ങൾ റിലീസ് ചെയ്യും? അപ്പോ ഇൻസ്പെക്ടർ പറയാണ് നിങ്ങൾ പോയിക്കോ. അപ്പൊ അയാൾ സർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. നീലന്റെ ഫോണാണെങ്കിൽ ഇൻസ്പെക്ടർ തിരിച്ച് അവർ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതും ശരി തന്നെയല്ലേ? എന്തിനാണ് ഒരാളെ ഇത്രയധികം ഇവർ ഉപദ്രവിച്ചത്? അറ്റംപ്റ്റ് ടു മർഡർ എന്നുള്ളതിന് കേസ് വരും, മനസ്സിലായോ? അത് ശരിയാണെന്ന് നീലനും ശ്യാമിനും അറിയായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ ശരിക്കു പറഞ്ഞ അവ മരിച്ചിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു ഇവരും കരുതിയിരുന്നത്. അപ്പോ ലോക്കപ്പിലുള്ള ഇന്ദുവിനോടും സൗപർണികയോടും ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്, അല്ല അവനെ ഇത്രത്തോളം അടിച്ചുപദ്രവിക്കാൻ മാത്രം നിങ്ങൾക്കും അവനും തമ്മിൽ എന്ത് ബന്ധം ഉണ്ടായത്? അതൊക്കെ കേട്ടപ്പോ ശ്യാമിനൊക്കെ ഒരു വിഷമം തോന്നുന്നുണ്ടായിരുന്നു. തന്റെ ഭാര്യയോടാണ് ചോദിക്കുന്നത്. ഒന്നും മറുപടി പറയാനില്ലാതെ നിൽക്കണം അവർ 4 പേരും. ഞങ്ങൾ അന്വേഷിച്ചതിൽ അവൻ എന്തായാലും നല്ല ഒരുത്തനല്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെയുള്ള ഒരുത്തനുമായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു ബന്ധം? എന്താണെങ്കിലും ദയവ് ചെയ്ത് ഞങ്ങളോട് പറയും, അപ്പോഴേ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോ സർ എന്ന് നീലം വിളിച്ചപ്പോഴേക്കും ശ്യാമ് പറയുന്നുണ്ട് അത് സൗപർണിക തന്നെ പറയും സർ. അത് കേട്ടപ്പോ സൗപർണിക വിഷമത്തോടു കൂടി ശ്യാമിനെയും ഇന്ദുവിനെയും നീലനെയൊക്കെ നോക്കുവാണ്. കോൺസ്റ്റബിളിനോട് ആ ലോക്കപ്പ് തുറന്നിട്ട് അവരെ പുറത്തേക്ക് ഇറക്കാൻ പറയുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ ശ്യാമ് സൗപർണികയോട് പറയാണ് എന്താ സംഭവിച്ചത് എന്ന് ഇൻസ്പെക്ടറോട് പറഞ്ഞു കൊടുക്ക്. സൗപർണിക സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും ശ്യാമിന് മുന്നിൽ വെച്ച് തന്നെ ആവർത്തിക്കുകയാണ്. അവനെ ഞാൻ അവിചാരിതമായിട്ടാണ് കണ്ടുമുട്ടിയത്. അന്ന് മുതൽ സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലായി.
എന്നെ കൊണ്ട് അവൻ ഇഷ്ടപ്പെടുത്തുകയായിരുന്നു. എന്നെ വിശ്വസിപ്പിച്ച് എന്റെ സ്നേഹം നേടിയിട്ട് ഞാനും അവനും തമ്മിൽ ഒളിച്ചോടി. അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് അവനവളെ ബലാത്കാരമായി പീഡിപ്പിച്ചതും പിന്നീട് വയനാട്ടിലെ കാട്ടിലെത്തിയിട്ട് ആ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞു കൊടുക്കുകയാണ് സൗപർണിക. പറഞ്ഞു തീർന്നതും അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു പോവുകയാണ്. അത് കണ്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും വിഷമം തോന്നുന്നുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ പറയാണ്, നോക്ക് മോളെ, എന്തൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്? നിന്റെ ജീവിതം തന്നെ അവൻ നശിപ്പിച്ചു. നീ അന്ന് തന്നെ ഈ കാര്യം പോലീസിൽ അറിയിച്ചിരുന്നെങ്കിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയും അന്ന് പോലീസിന് പിടിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? അതൊക്കെ കേട്ടപ്പോൾ സൗപർണിക കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എത്രയോ പെൺകുട്ടികളുടെ ജീവിതം രക്ഷിക്കാമായിരുന്നില്ലേ? നിന്നെ പോലുള്ള പെൺകുട്ടികള് ഇവനെ പോലുള്ളവരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാ എന്തെങ്കിലും സംഭവിക്കും, നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം പോയി പോകും എന്നൊക്കെ കരുതി പുറം ലോകത്തോട് പറയാതിരിക്കുന്നത് കാരണം അടുത്തടുത്ത ആളുകളിലേക്ക് പോകാനുള്ള ധൈര്യമാണ് നിങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ സൗപർണിക കരയാണ്. കാരണം അന്ന് താൻ അവനുള്ള ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ അവ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുമായിരുന്നില്ല എന്നൊക്കെയുള്ള സത്യം തന്നെയാണെന്ന് അവൾക്കും അറിയായിരുന്നു. ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങളുടെ കൂടെയുള്ളവർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഞങ്ങളുടെ വീട്ടിലും പെൺകുട്ടികളൊക്കെ ഉള്ളതാണ്. ആ വേദനയും വിഷമവും ഞങ്ങൾക്കും മനസ്സിലാവും. നിങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ യൂണിഫോം ഇട്ടിട്ട് ഞങ്ങളെ സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. നിങ്ങളോട് സൈൻ വാങ്ങിയിട്ട് നിങ്ങളെ ഞാൻ ഇപ്പൊ തന്നെ റിലീസ് ചെയ്യാം. ഒരുപാട് നന്ദിയുണ്ട് സർ എന്ന് പറഞ്ഞിട്ട് അവരെ പോലീസുകാരനെ അവിടുന്ന് വിട്ടുകയാണ്. അങ്ങനെ ശ്യാമിന്റെ കാറിലാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. വാസന്തി തന്നെ ആരതി എടുത്തിട്ട് അവരെ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആരതി ഒഴിഞ്ഞുകൊണ്ട് വാസന്തി പറയുന്നുണ്ട്, ജീവിതത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് നന്നായിട്ട് സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയെങ്കിലും നന്നായിട്ട് എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കണം. എന്നിട്ട് രണ്ടുപേർക്കും കുങ്കുമം വെച്ചു കൊടുത്തതിന് ശേഷം വലതു കാലത്ത് എടുത്തു വെച്ച് അകത്തേക്ക് കയറാൻ പറയാണ്. വാസന്തിയിലുണ്ടായ മാറ്റം എല്ലാവരും ശരിക്കും ചെറുതായിട്ടൊന്നല്ല സന്തോഷിപ്പിച്ചത്. രുക്മിണിക്കൊക്കെ അവരുടെ പെരുമാറ്റം ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. വാസന്തി തന്നെയാണ് ആരതി കൊണ്ടുപോയി പുറത്തേക്ക് തട്ടുന്നത്. ആ സമയത്ത് അകത്ത് എല്ലാവരും വന്ന സമയത്ത് പായസം ചിരിച്ചുകൊണ്ട് പറയാണ്, നീല, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഞാനും ആ ഇൻസ്പെക്ടറും ഒന്നായിട്ടാണ് പഠിച്ചത് എന്ന് പറയുമ്പോഴേക്കും ഡെക്ക് നോക്കുന്നുണ്ടായിരുന്നു. കാരണം അതൊരു ചെറുപ്പക്കാരനും പായസം വയസ്സി എന്നൊരാളുമാണ്. അപ്പോഴേക്കും വാസന്തി അകത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. രുക്മിണി പറയുന്നുണ്ട്, ഇന്ദു, ഇവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുക എന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു കൊടുക്കണം. അത് കേട്ടപ്പോൾ തന്നെ ഇന്ദുവും നീലനും ചേർന്നിട്ട് വാസന്തിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വരികയാണ്. രണ്ടുപേരും വാസന്തിയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങള് രുക്മിണി അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കേ. ഇവിടെ എത്രയും എന്നേക്കാൾ വേറെ നീ തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന് അത്രയധികം കോൺഫിഡൻസോട് കൂടി പറഞ്ഞത് രുക്മിണി അമ്മയാണ്. നീ വരുന്നുള്ള വിശ്വാസത്തിലാണ് അവർ ഓരോ നേരവും തള്ളി നീക്കിയത്. അത് കേട്ടപ്പോൾ രണ്ടുപേരും രുക്മിണിയോടും അനുഗ്രഹം വാങ്ങിക്കുകയാണ്. രുക്മിണി അവരോട് നന്നായിട്ട് വരുന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. അതിനുശേഷം നിയമോള് പോയിട്ട് ഒരു ഫ്ലവർ എടുത്തിട്ട് ഇന്ദുവിന് കൊടുക്കുകയാണ്. വെൽക്കം ഇന്ദു അമ്മ. ഇന്ദു നിയമോളുടെ അടുത്തേക്ക് ഇരുന്ന സമയത്ത് നിയമോള് ചോദിക്കുന്നുണ്ട്, ഇന്ദു അമ്മ, മുത്തശ്ശി എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അതിശയത്തോടെ നോക്കുന്നതല്ലേ? ഇപ്പോ രുക്മിണി മുത്തശ്ശിയും വാസന്തി മുത്തശ്ശിയും തിക് ഫ്രണ്ട്സായി. അത് കേട്ടപ്പോ ഇന്ദു അതിശയത്തോടെ നിൽക്കുകയാണ്. ഇന്ദു സന്തോഷത്തോടെ വാസന്തിയെ നോക്കുകയാണ്. ബാലേ, ഞങ്ങള് രണ്ടുപേരും എപ്പോഴായിരുന്നടി ശത്രുക്കളായിരുന്നത്? കള്ളം പറയരുത് മുത്തശ്ശി, ഇതിനേക്കാളും വലിയൊരു കാര്യമുണ്ട്. അതെന്താടാ? ആ രാധികയില്ലേ, അവൾ ഈ വീട്ടിൽ നിന്നും പോയി കളഞ്ഞു. അത് കേട്ടപ്പോ ഇന്ദു അതിശയത്തോടെ അമ്മയെ നോക്കുവാണ്. വാസന്തി ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. ഇന്ദുവിന് അതൊന്നും വിശ്വസിക്കാൻ തന്നെ ആവുന്നില്ല. സത്യാണോടാ? നിയമളോട് തന്നെ വീണ്ടും ചോദിക്കുകയാണ്. അതേ ഇന്ദു അമ്മ, അത് മാത്രല്ലാതെ രാധികയെ മുത്തശ്ശി തന്നെയാണ് കഴുത്തിന് പിടിച്ച് വെളിയിലേക്ക് തള്ളിവിട്ടത്. അതുകൂടെ കേട്ടപ്പോ ഇന്ദു അതിശയത്തോടെ വാസന്തി നോക്കുകയാണ്. അമ്മ, അതേ ഇന്ദു, നടന്ന പ്രശ്നങ്ങൾക്കും എല്ലാ കുഴപ്പത്തിനും കാരണം തന്നെ അവളാണ്. അവൾ ചെയ്തതിനൊക്കെ ഞാനും ഒരു കാരണം തന്നെയാണ്. എനിക്ക് മാപ്പ് തരണേ ഇന്ദു. അത് കേട്ടപ്പോ അവൾ അതിശയത്തോട് പറയാണ്, അമ്മ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല രീതിക്ക് തന്നെ അവസാനിച്ചില്ലേ, ഒരു പ്രശ്നം ഉണ്ടായതല്ലോ. അതിനേക്കാളും വേറൊരു കാര്യം ഞാൻ നിങ്ങളോടൊക്കെ പറയട്ടെ, നിങ്ങൾക്ക് ആർക്കും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. നീലം പറഞ്ഞത് കേട്ടപ്പോ എല്ലാവരും അവനെ അതിശയത്തോടെ നോക്കുകയാണ്. ഇവിടുന്ന് പോയതും ഇല്ലാതെ രാധിക അവളുടെ അച്ഛനോട് പെട്ടെന്ന് തന്നെ അവൾക്ക് അടുത്ത ഭർത്താവിനെ നോക്കാൻ വേണ്ടി പറഞ്ഞു. അവളുടെ അച്ഛൻ വിളിച്ചപ്പോ പറഞ്ഞതാണ്. അത് കേട്ടപ്പോ വാസന്തി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം നീലൻ 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 എന്ന് പറഞ്ഞിട്ട് അവന്റെ പിന്നാലെ നടക്കുമായിരുന്നല്ലോ. എന്നാലും കേട്ടപ്പോ നല്ല സന്തോഷം തോന്നുന്നടാ. അവൾക്കും ജീവിതത്തിൽ ഒരു നന്മ നടക്കട്ടെ, ഇനി ഈ കുടുംബത്തോടു കൂടി നന്നായിട്ട് തന്നെ ജീവിക്കട്ടെ. എല്ലാവരും ചിരിച്ചതിന് ശേഷം വാസന്തി നേരെ ഇന്ദുവിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇന്ദു, ഇത്രയും കാലം നിന്റെ മനസ്സിലെ നന്മ മനസ്സിലാക്കാതെ ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് മോളെ. വാസന്തിയുടെ പെരുമാറ്റം ഇന്ദുവിനെ ചെറുതായിട്ടൊന്നുമല്ല അതിശയിപ്പിച്ചത്. ഇങ്ങനെയുള്ളൊരു മരുമകളെ കിട്ടാൻ ഞാൻ ഒരുപാട് പുണ്യം ചെയ്യണം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇന്ദു ശരിക്കും ഭൂമിയിലല്ല സ്വർഗത്തിലാണെന്ന് ചിന്തിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതും പോരാതെ വാസന്തി ആണെങ്കിൽ
ഇന്ദുവിന് കവിളിലൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു. രുക്മിണിക്കും രാജേശ്വരിക്കൊക്കെ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. രുക്മിണി പറയാണ്, ഇതെന്താ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നാ മതിയോ? എല്ലാവരും പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ഭക്ഷണമൊക്കെ എടുത്തു വെക്കാം. എന്നിട്ട് എല്ലാവരും ഓരോ ഭാഗത്തേക്ക് പോവാണ്. അവസാനം വാസന്തിയും ഡെക്കും മാത്രമേ അവിടെ ഉള്ളൂ. ചേച്ചി, വെറുതെ ഇതിന് മാത്രം സന്തോഷിച്ചിട്ട് എന്താ കാര്യം? അടുത്തതായിട്ട് പേരക്കുട്ടികളെ കാണണ്ടേ? എന്തൊക്കെയാടാ നീ പറയുന്നത്? അതേ ചേച്ചി, അവര് രണ്ടുപേരും ഇനിയും ജീവിതം ആരംഭിച്ചിട്ട് തന്നെ ഇല്ല. ഈ മോഡില് അവർക്ക് ഇന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് നൈറ്റിനുള്ള ഒരുക്കങ്ങൾ ചെയ്താൽ എന്താ? അത് കേട്ടപ്പോ വാസന്തിയും പുഞ്ചിരിക്കുകയാണ്. ആ, ചെയ്യാം എന്നും പറഞ്ഞിട്ട് ഡെക്കിന്റെ ചെവിയിൽ അവരൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. കാര്യം കേട്ടപ്പോൾ ഡെക്കും പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചേച്ചി നോക്കിക്കോ. ഡാളിയാ, ഇന്ന് നിനക്ക് ഫസ്റ്റ് നൈറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഡെക്ക് പോകുന്നത്. രാത്രി ആയപ്പോഴേക്കും ഇന്ദുവിന്റെയും നീലന്റെയും മുറിയൊക്കെ അവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദുവിനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് തന്നെ വാസന്തി, രുക്മിണി, രാജേശ്വരിയൊക്കെ ചേർന്നിട്ടാണ്. അവളെ അണിയിച്ചൊരുക്കി സുന്ദരിയാക്കിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് വാസന്തി പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കിന്ദു, ഇനി ഒരു 10 മാസം കൂടി ഞാൻ നിനക്ക് സമയം തരും. അപ്പോഴേക്കും എനിക്കൊരു പേരക്കുട്ടിയെ കിട്ടിയിരിക്കണം. ഇന്ദു ചമ്മലോടെ നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ എന്റെ യഥാർത്ഥ ദേഷ്യം നീ കാണും. അതൊക്കെ കേട്ടപ്പോ അവൾക്കും നാണം വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഫസ്റ്റ് നൈറ്റിന്റെ സന്തോഷത്തില് മുറിയിൽ ഇവരൊന്നും ഉള്ളത് അറിയാതെ സന്തോഷത്തോടെ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് നീലൻ വന്നത്. പെട്ടെന്ന് ഇവരെയൊക്കെ കണ്ടപ്പോ ചമ്മലോടെ നിൽക്കുകയാണ് നീലൻ. അതിനു പുറമെ നീലനെ അങ്ങനെ കണ്ടപ്പോ അവരും ആകെ ചമ്മിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നിയമോള് വന്നിട്ടുണ്ടായിരുന്നു. ഹായ്, ഇതെന്താ ഇന്ന് റൂമൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാനിന്ന് ഇവിടെ ഉറങ്ങാൻ വേണ്ടി പോകുന്നത്. അതുകൂടെ കേട്ടപ്പോ എല്ലാവരും ഒന്നുകൂടെ ചമ്മി നിൽക്കുകയാണ്. അപ്പൊ രുക്മിണി വേഗം അവസരത്തിനൊത്ത് പറയുന്നുണ്ട്, നിയമോൾ എപ്പോഴും മുത്തശ്ശിയുടെ കൂടെയല്ലേ ഉറങ്ങാറുള്ളത്, ഇന്ന് വാ, ഇന്ന് മുത്തശ്ശി വേറെ വേറെ കഥകൾ പറഞ്ഞു തരാലോ. ഇന്ന് ഞാൻ ഇന്ദു അമ്മയുടെ കൂടെയാണ് കിടക്കാൻ വേണ്ടി പോകുന്നത്. അത് കേട്ടപ്പോ എല്ലാവരും ഒന്നുകൂടെ ഞെട്ടിയിരിക്കുകയാണ്. മുത്തശ്ശി ഒരുപാട് പുതിയ കഥകൾ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞു തരാലോ, വാ. ഇല്ല, ഇന്ന് ഞാൻ ഇന്ദു അമ്മയുടെ കൂടെയേ ഉറങ്ങുള്ളൂ. അപ്പോ വാസന്തി പറയാണ്, ഇന്ന് വാസന്തി മുത്തശ്ശിയും രുക്മിണി മുത്തശ്ശിയും ചേർന്നിട്ടാണ് മോക്ക് കഥകൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. വേഗം വാ. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം നിയമോൾ പുഞ്ചിരിച്ചോണ്ട് പറയാണ്, അങ്ങനെയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇൻട്രസ്റ്റ് ആയിരിക്കണം. പറയാനുണ്ടോ, നീ വാ. അപ്പോ വേഗം അവരുടെ അടുത്തേക്ക് പോവാണ്. അപ്പോഴാണ് നീലൻ ആശ്വാസമായത്. ദൈവമേ, രക്ഷപ്പെട്ടു. അപ്പോ വീണ്ടും വാസന്തി ഇന്ദുവിനോട് പറയുന്നുണ്ട്, ഇന്ദു, ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയിൽ വെച്ചോ? സൗപർണികയും നീലനും കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. എല്ലാവരും പോയതിനു ശേഷം ഇന്ദുവും നീലനും ബെഡിൽ ഇരിക്കുകയാണ്. ആദ്യം രണ്ടുപേരും കുറച്ച് ഡിസ്റ്റൻസിലാണ് ഇരുന്നതെങ്കിലും പിന്നീട് അടുത്തടുത്തായിട്ട് വരികയാണ്. അവർക്ക് രണ്ടുപേർക്കും ചെറുതായിട്ട് നാണമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും അവരവരുടെ സ്നേഹത്തിന് വേണ്ടി ഒത്തൊരുമയോടെ നിൽക്കുകയാണ്. അവസാനം നീലൻ തന്നെ മുൻകൈ എടുത്ത് ഇന്ദുവിന്റെ കൈകൾ പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ തുമ്മുന്ന ശബ്ദം കേൾക്കാണ്. രണ്ടുപേരും ഒരുപോലെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അതാരാ എന്ന് ചോദിച്ച സമയത്ത് നീലൻ പറയുന്നുണ്ട്, അത് പുറത്തു നിന്ന് ആരോ തുമ്മുന്നത് പോലെയാണ് തോന്നുന്നത്. രണ്ടുപേരും അങ്ങനെ വിശ്വസിച്ചിട്ട് നീലൻ വീണ്ടും ഇന്ദുവിന്റെ കൈ പിടിക്കാൻ നോക്കുമ്പോഴേക്കും വീണ്ടും തുമ്മുന്ന ശബ്ദം കേൾക്കാണ്. അയ്യോ, വീണ്ടോ, ആരാടാ അത് എന്ന് പറഞ്ഞിട്ട് നീലൻ ചാടി എഴുന്നേറ്റപ്പോഴേക്കും അവരുടെ ബെഡിന് പിന്നിലായിട്ട് പായസം നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒരു കോട്ട് വായക്കായിട്ട് എണീക്കുകയാണ്. അയ്യോ, പായസം, താൻ ഇവിടെ എന്തു ചെയ്തോണ്ടിരിക്കുക? അത് പിന്നെ ഈ റൂം അലങ്കരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ടയർഡായിട്ട് ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയതാ. അയ്യോ, നിങ്ങൾ കാരണം എനിക്ക് ഫുള്ള് പ്രശ്നം തന്നെയാണല്ലോ. ഞാൻ മാത്രമല്ല, പിന്നെ അപ്പോഴേക്കും ഡെക്കിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഡെക്ക് ഒതുക്കുന്നുണ്ട്. അയ്യോ, ഞാൻ ഉറങ്ങല്ലായിരുന്നു, നീ ഇതിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചത്. അപ്പൊ അവര് രണ്ടുപേരെയും കാണിച്ചു കൊടുക്കുകയാണ്. ഡാളിയ, നീ തുടങ്ങിയോ? അയ്യോ, തുടങ്ങാൻ വേണ്ടി ഇതെന്താ ഞാൻ പന്ത് കളിക്കുകയാണോ? നീലൻ ദേഷ്യത്തോടെ രണ്ടുപേരെയും നോക്കിയപ്പോഴേക്കും സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്, നമുക്കെന്താ ഇവിടെ കാര്യം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴും അവളെ കളിയാക്കിക്കൊണ്ട് പാട്ടൊക്കെ പാടിയിട്ടാണ് ഇറങ്ങുന്നത്. ഇന്ദു ആകെ ചമ്മലോടെ നിൽക്കുകയാണ്. നീലൻ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അവസാനം രണ്ടുപേരെ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് പറഞ്ഞു വിട്ട് വീണ്ടും ഇന്ദുവിനോട് ബെഡിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് അവളുടെ കൈകൾ പിടിച്ചിട്ട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ചാണ്. രുക്മിണിയും രാജേശ്വരിയും ശ്യാമും സൗപർണികയൊക്കെ കയ്യിൽ ബാഗുമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ വാസന്തിയും നിയമോളും അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യാണ്. വാസന്തി അവരെ കണ്ടപ്പോൾ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രുക്മിണി, നിങ്ങൾ ഇതെന്താ ബാഗൊക്കെ എടുത്തിട്ട് വരുന്നത്? എങ്ങോട്ടെങ്കിലും ടൂറ് പോകുന്നുണ്ടോ? ഇല്ലമ്മ, ഇന്ദുവിന് നല്ലൊരു കുടുംബജീവിതം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് മാത്രമാണ് അന്ന് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി ഇവിടെ നിന്നത്. ഇന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നല്ല രീതിയിൽ തന്നെ പര്യവസാനിച്ചു. ഇന്ദുവിന് നല്ലൊരു കുടുംബജീവിതവും കിട്ടി. എന്റെ ആഗ്രഹവും സാധിച്ചു, എന്റെ ലക്ഷ്യവും സാധിച്ചു. ഇനി എനിക്ക് ഇവിടെ എന്താ കാര്യം? അപ്പോഴേക്കും ഇന്ദുവും നീലനൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. രുക്മിണി പറഞ്ഞത് കേട്ടിട്ട് അവർക്കും ആകെ സങ്കടാവുകയാണ്. എന്തൊക്കെ അമ്മ ഈ പറയുന്നത്? അമ്മ എന്നെ വിട്ടിട്ട് എങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? ഇന്ദു ചോദിക്കുകയാണ്. അങ്ങനെയല്ല ഇന്ദു. രുക്മിണി അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയല്ല ഇന്ദു. അപ്പോഴേക്കും ഇന്ദു തിരിച്ചെന്തോ പറയാൻ ശ്രമിച്ചപ്പോഴേക്കും അവൾക്ക് വൊമിറ്റിംഗ് വരികയാണ്.
അവൾ എല്ലാവരെയും മുന്നിൽ വെച്ചിട്ട് ഓടിയിട്ട് പോയിട്ട് ഛർദ്ദിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട്. നീലനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തു പറ്റിയത് എന്തു? നിനക്ക് എന്താ ഛർദ്ദിക്കാനൊക്കെ വരുന്നത്? എന്തെങ്കിലും സുഖയില്ലാണ്ടുണ്ടോ? ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും പറ്റാതെയുണ്ടോ? അപ്പോ ഇന്ദു ആണെങ്കിൽ ഒരു നാണത്തോടെ പുഞ്ചിരിക്കുകയാണ്. പക്ഷെ വാസന്തിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവര് ചിരിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ ആരും സംശയിക്കേണ്ട, ഇത് മറ്റേ ഛർദിയാണ്. അയ്യോ അമ്മ, എന്തൊക്കെയാ പറയുന്നത്? എടാ നീല, ഇതിന് കാരണം തന്നെ നീയാണ്. വാസന്തി നല്ല സന്തോഷത്തോടെ പറഞ്ഞപ്പോ നീലനൊന്നും മനസ്സിലാവുന്നില്ല. ഞാനോ? അപ്പൊ രുക്മിണിയെ അടക്കി പിടിച്ച് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണോ? ആ, ഇന്ദുവിന്റെ മുഖത്തുള്ള നാണം കലർന്ന ചിരി അത് ശരിവെക്കുന്നതായിരുന്നു. വാസന്തി രുക്മിണിയോട് ചിരിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളുടെ ജോലി കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അപ്പോഴേക്കും അടുത്ത ജോലി വന്നത് കാണുന്നില്ലേ? അത് കേട്ടപ്പോ രുക്മിണിയാണെങ്കിൽ അഭിമാനത്തോടു കൂടി നോക്കുവാണ്. അപ്പോഴാണ് നീലനും ഏകദേശം കാര്യം കത്തിയത്. അവൻ ഇന്ദുവിനെയും അമ്മയൊക്കെ മാറി മാറി സന്തോഷത്തോടെ നോക്കുകയാണ്. ഇന്ദു അപ്പോഴും നാണത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വാസന്തി രുക്മിണിയോട് പറയാണ്, പേരക്കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് തനിച്ച് എങ്ങനെ നോക്കാൻ പറ്റും? നിങ്ങളും എന്റെ കൂടെ ഇവിടെ ഉണ്ടെങ്കിലല്ലേ എനിക്കൊരു കൂട്ടാവുള്ളൂ. അപ്പോൾ നിയമോളേക്ക് സന്തോഷത്തോടെ പറയാണ്, ഹായ്, എനിക്ക് അനിയൻകുട്ടൻ വരാൻ വേണ്ടി പോവാണോ? അത് കേട്ടപ്പോ നീലനും ഇന്ദുവും പുഞ്ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ നോക്കുകയാണ്. അപ്പൊ രുക്മിണിയും ചിരിച്ചുകൊണ്ട് പറയാണ്, അനിയൻകുട്ടനാണോ അനിയത്തിക്കുട്ടിയാണോ എന്ന് അറിയാൻ വേണ്ടി കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരും നിയമോളെ. എനിക്ക് അനിയൻകുട്ടനെ മതി. അപ്പോഴേക്കും വാസന്തി രുക്മിണിയോട് പറയാണ്, ഇനിയും ബാഗ് അകത്ത് കൊണ്ടുപോയി വെക്കാൻ ഞാൻ വീണ്ടും പറയണോ? എല്ലാം വേഗം അകത്ത് കൊണ്ടുപോയി വെക്കാൻ നോക്ക്. നിങ്ങൾ ഈ വീട്ടിലില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോ സൗപർണിക പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, അതെ അതെ, അടികൂടാൻ ഒരാൾ എപ്പോഴും വേണമല്ലേ. അത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോ നിയമോളും പറയാണ്, രുക്മിണി മുത്തശ്ശി പോകാൻ പാടില്ല. രണ്ട് മുത്തശ്ശിമാര് ചേർന്നിട്ട് ഒന്നിച്ചല്ലേ എനിക്ക് കഥ പറഞ്ഞു തരേണ്ടത്. അത് കേട്ടപ്പോ എല്ലാവരും ചിരിക്കുകയാണ്. അപ്പൊ പായസവും ഡെക്കും കൂടിയാണെങ്കിൽ അവരുടെ കല്യാണം കഴിയാത്തത് കാരണം സങ്കടത്തോടെ വിരഹഗാനമൊക്കെ പാടുന്നുണ്ട്. നീലനാണെങ്കിൽ നാണത്തോടെ ഇന്ദുവിനെ നോക്കുമ്പോ അവർ രണ്ടുപേരും പരസ്പരം ചിരിക്കുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഉള്ളത്. അപ്പോ ഡെക്ക് പറയുന്നുണ്ട്, എല്ലാവരും അവിടെ തന്നെ നിൽക്ക്, അവിടെ തന്നെ നിൽക്ക്. എല്ലാവരെയും ഒന്നിച്ച് ഇത്ര സന്തോഷത്തോടെ കാണുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇത് നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഡെക്ലേസ് തന്നെ പോയിട്ട് സെൽഫി എടുക്കുകയാണ്. അവിടെയാണ് കഥ അവസാനിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ അവർ ഈ ഒരു ചെറിയ കഥ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ സിന്ദൂരപ്പൊട്ട് എന്ന് പറഞ്ഞ സീരിയൽ അവസാനിച്ചു കേട്ടോ. ഇനി സിന്ധു ഭൈരവി എന്ന് പറഞ്ഞൊരു പുതിയൊരു സീരിയൽ ഉണ്ട്. അപ്പൊ അതിന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും റെഗുലർ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. ഒന്നാമത് കേൾക്കുന്നവർക്കൊക്കെ അറിയാം എൻ്റെ മോന്റെ കൂടെ നടക്കുന്ന കാര്യങ്ങളും. ഇപ്പൊ തന്നെ രാത്രി 1:30-2 മണിക്കൊക്കെയാണ് ഞാൻ വോയിസ് ഇടുന്നത്. അതും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല സ്റ്റോറിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ലൊരു കഥയാണ്. അപ്പോൾ ഇനി സിന്ധു ഭൈരവി എന്ന് പറഞ്ഞ കഥ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പറ്റുന്നവരൊക്കെ ഒന്ന് കൂടെ നിന്നിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് കഥ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തീരെ വയ്യ, നല്ല തൊണ്ടവേദന ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.